പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ കവിതയായ ദാദാ ദാദി ആണ്. ആനന്ദമയി കവിത. ആനന്ദമയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആനന്ദദായകമായ, അതായത് സന്തോഷം നൽകുന്ന കവിതയാണിത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ദാദാ ദാദി. ദാദാ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ. ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ, അച്ഛമ്മ. അപ്പോൾ ദാദാ ദാദി എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛമ്മയും. ഏക് ഹമാരെ ദാദാജി ഹെ, ഏക് ഹമാരി ദാദി, दोनों ही पहना करते हैं बिल्कुल भूरी खादी. दादी गाना गाया करती, दादाजी मुस्काते, कभी कभी दादाजी भी कोई गाना गाते. ഇവിടെ രണ്ട് കുട്ടികളെ ഇരിക്കുന്നത് കണ്ടോ? അപ്പൊ ഇവര് പറയുകയാണ്, ഏക് ഹമാരെ ദാദാജി ഹെ, ഞങ്ങൾക്കൊരു ദാദാജി ഉണ്ട്, ഒരു അച്ഛൻ ഉണ്ട്. ദാദാജി ഇതാണ് അവരുടെ ദാദാജി. ഞങ്ങൾക്കൊരു അച്ഛൻ ഉണ്ട്. ഏക് ഹമാരി ദാദി, ഞങ്ങൾക്കൊരു അച്ഛമ്മയും ഉണ്ട്. ഇതാണ് അവരുടെ അച്ഛമ്മ. ദോനോ ഹി പെഹനാ കർത്തേ ഹെ, ദോനോ ഹി രണ്ടുപേരും പെഹനാ കർത്തേ ഹെ, രണ്ടുപേരും എന്താണ് ധരിക്കുന്നത്? പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക. രണ്ടുപേരും എന്താണ് ധരിക്കുന്നത്? ഖാദി. ഖാദി എന്ന് പറഞ്ഞാൽ ഒരു തരം വസ്ത്രമാണ്. ആ വസ്ത്രത്തിന്റെ അങ്ങനത്തെ തുണിയിലുള്ള ഒരു തരം തുണിയാണ്. ആ തുണിയിലുള്ള വസ്ത്രമാണ് അവര് ധരിക്കുന്നത്. പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക. ടു വെയർ. അപ്പൊ അവര് ഖാദി വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. ബിൽക്കുൽ ഭൂരി ഖാദി. ബിൽക്കുൽ ഭൂരി. ഭൂരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരി രംഗ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ, തവിട്ട് നിറം. ദാദി ഗാന ഗായ കർത്തി, ദാദി പാട്ട് പാടാറുണ്ട്. അപ്പോൾ ദാദാജി മുസ്കാത്തെ, അപ്പം ദാദാജി എന്ത് ചെയ്യും? അച്ഛൻ എന്ത് ചെയ്യും? മുസ്കാത്തെ, പുഞ്ചിരിക്കും. മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. അപ്പൊ ദാദാജി പുഞ്ചിരിക്കും. കബി കബി ദാദാജി ബി കോയി ഗാന ഗാത്തെ, ചിലപ്പോഴൊക്കെ അച്ഛനും ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടാറുണ്ട്. കോയി ഗാന ഗാത്തെ, ഗാന എന്ന് പറഞ്ഞാൽ പാട്ട് പാടാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഏക് ഹമാരെ ദാദാജി ഹെ, ഏക് ഹമാരി ദാദി, दोनों ही पहना करते हैं बिल्कुल भूरी खादी. दादी गाना गाया करती, दादाजी मुस्काते, कभी कभी दादाजी भी कोई गाना गाते. एक हमारे दादाजी है, एक हमारी दादी, दोनों ही पहना करते हैं बिल्कुल भूरी खादी. दादी गाना गाया करती, दादाजी मुस्काते, कभी कभी दादाजी भी कोई गाना गाते. പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക. ഭൂരി രംഗ് എന്ന് പറഞ്ഞാൽ തവിട്ട് നിറം, ബ്രൗൺ കളർ. ഗാന പാട്ട്, ഗീത് പാട്ട്. മുസ്കുരാന പുഞ്ചിരിക്കുക. അടുത്തത് എന്താണ്? इस कविता में दादा और दादी की जगह नाना और नानी कहकर कविता को फिर से गाइए. ഈ കവിതയിലെ ദാദാ ഓർ ദാദി കി ജഗ, ദാദ എന്നും ദാദി എന്നും കൊടുത്തിട്ടില്ലേ, അതിന്റെ സ്ഥാനത്ത് നാന എന്നും നാനി എന്നും കൊടുത്തിട്ട് നിങ്ങൾ പാടണം. നാന, നാനി. നാന എന്ന് പറഞ്ഞാല് അമ്മയുടെ അച്ഛൻ, നാനി എന്ന് പറഞ്ഞാല് അമ്മയുടെ അമ്മ. അപ്പൊ നാന അമ്മച്ചൻ, നാനി അമ്മമ്മ. ദാദ എന്ന് പറഞ്ഞാൽ അച്ഛൻ, ദാദി അച്ഛമ്മ. നാന എന്ന് പറഞ്ഞാൽ അമ്മച്ചൻ, നാനി അമ്മമ്മ. അപ്പൊ നമുക്ക് കവിതയിലെ ദാദയുടെ ദാദിയുടെ സ്ഥാനത്ത് നാന കൊടുത്തിട്ട് കവിത പാടി നോക്കാം. ഏക് ഹമാരെ നാനാജി ഹെ, ഇവിടെ നാനാജി എന്ന് കൊടുക്കാം. ഏക് ഹമാരെ നാനാജി ഹെ, ഏക് ഹമാരി നാനി, दोनों ही पहना करते हैं बिल्कुल भूरी खादी. नानी गाना गाया करती, नानाजी मुस्काते, कभी कभी नानाजी भी कोई गाना गाते. അടുത്തത് ജട്ട് പട്ട് കഹിയേ. ജട്ട് പട്ട് കഹിയേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പറയണം.
अप्पू के अप्पा അപ്പം लेने अनोखे अनंत नगर आए. अप्पू के अप्पा അപ്പം लेने अनोखे अनंत नगर आए. ഒന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കിയേ. അപ്പൂക്കെ അപ്പ അപ്പം ലേനെ അനോക്കെ അനന്ത് നഗർ ആയേ. അതേപോലെ ഘർ ഘർ ഘടി 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 ഗൂംതി. സ്പീഡിൽ പറഞ്ഞു നോക്കിയേ. ഘർ ഘർ ഘടി 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 ഗൂംതി. ഘർ ഘർ ഘടി 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 ഗൂംതി. അടുത്തത് ശബ്ദോं का खेल. अप्पू अप्पा അപ്പം की तरह आकी जगह माँ न द की ध्वनि से ശബ്ദ ബനാക്കർ സുനായേ. ഇവിടെ അപ്പു അപ്പ അപ്പം അതേപോലെ നിങ്ങൾ അവിടെ ആയുടെ സ്ഥാനത്ത് മാ കൊടുത്തിട്ടും പിന്നെ നാ കൊടുത്തിട്ടും ദ കൊടുത്തിട്ടും നിങ്ങൾ വേർഡ്സ് പറഞ്ഞു നോക്കണം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? മപ്പു മാ കൊടുത്തിട്ട് പറഞ്ഞു നോക്കാം. മപ്പു മപ്പ മപ്പം. അതേപോലെ നപ്പു നപ്പ നപ്പം. പിന്നെ ദപ്പു ദപ്പ ദപ്പം. അടുത്തത് നിമ്നലിഖിത് ശബ്ദോं को सुनकर ഉന്മേ ആയി ധ്വനിയോക്ക് സംഖ്യ ബത്തായിയെ. അപ്പോൾ താഴത്ത് ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര ശബ്ദങ്ങൾ, എത്ര സൗണ്ട്, ധ്വനി എന്ന് പറഞ്ഞാൽ സൗണ്ട്സ്, ശബ്ദം വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണം. ദാദ, ദാദി, നാനി, നാന, മാമ, മാമി, ധനാദൻ, അപ്പിന, അനാർ, നമൻ. അപ്പോൾ ദാദയിൽ എത്ര സൗണ്ട്സാണ് വന്നിട്ടുള്ളത്? ദാ ദ. അപ്പോൾ 2 ദോ. അതേപോലെ ദാദിയിൽ എത്ര സൗണ്ട്സ് വന്നിട്ടുള്ളത്? ദാ ദി. അപ്പോൾ 2 ദോ. പിന്നെ നാനി ദോ. നാന ഇതിലും ദോ. മാ ദോ. മാമി ദോ. ധനാദൻ. അപ്പോൾ ഇവിടെ എത്രയാ? 4. അപ്ന അപ്പോൾ 3. അനാർ 3. നമന 3. അടുത്തത് बोल मेरी मछली कितना पानी. ഇവിടെ नीचे दिए हुए चित्र को देखकर मछलियों की संख्या बताइए. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര മത്സ്യങ്ങളുണ്ടെന്ന് പറയണം. എത്രയാ? 1 2 3 4. എത്രയാണ്? 4. അടുത്തത് ആവോ സുനി. അപ്ന അനാർ. അപ്ന എന്ന് പറഞ്ഞാൽ സ്വന്തം. പിന്നെ അനാർ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴം. ഇൻ ശബ്ദോമേ പെഹലി ധ്വനി കോൺസി ഹെ. ഈ വാക്കുകളിൽ ആദ്യത്തെ ശബ്ദം ഏതാണ്? ആദ്യത്തെ സൗണ്ട് ഏതാ വരുന്നത്? ആ ആണ് വരുന്നത് അല്ലേ? ജിൻ ശബ്ദോं की पहली ध्वनि आ है उनके आगे सही का चिन्ह लगाइए. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയിൽ ആദ്യത്തെ ധ്വനി വരുന്നത് ആ ആണെങ്കിൽ അതിൻ്റെ അവിടെ സഹിക്ക നിഷാൻ ടിക്കിടണം. ഇവിടെ അനാർ, അതിൻ്റേത് ആദ്യത്തെ സൗണ്ട് ഏതാണ്? ആ. അപ്പോൾ നമുക്ക് ടിക്കിടാം. അമ്രൂദ് ഇവിടെയും ആയാണ് വരുന്നത്, ടിക്കിടാം. അതേപോലെ അദ്രക് ഇവിടെയും ആയാണ് വരുന്നത്, ടിക്കിടാം. അനാർ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴം, അമ്രൂദ് പേരക്ക, അദ്രക് ഇഞ്ചി. അടുത്തത് മാ. ഇവിടെ ആയാണോ വരുന്നത്? അല്ല. അപ്പോൾ നമുക്ക് ക്രോസ് ഇടാം. ദാദ ഇതും അല്ല, ആ അല്ല വരുന്നത്. ഘർ ഇതും അല്ല. അടുത്തത് खोजे जाने. दादा दादी और नाना नानी कविताओं को अपने परिवार के किसी सदस्य को सुनाए. അപ്പോൾ നിങ്ങൾ ദാദാ ദാദി പിന്നെ നാന നാനി കവിത നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. उनसे परिवार और घर से जुड़ी कोई कविता या कहानी पूछे और सुनाने के लिए कहें. അപ്പോൾ അവരോട് നിങ്ങൾ ഈ കുടുംബവുമായിട്ടും വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയുക. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.